ഇപ്പോൾ നേരത്തെ അവിടെ സംസാരിച്ച ആളുകളോട് അവരുടെ പ്രതികരണങ്ങളിലൊക്കെ അപകടമൊക്കെ ആ മേഖലയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കോറിയിലേക്ക് മറിഞ്ഞ സമീപകാലത്ത് ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്താണ്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടം ഇന്ന് പൊതുവിൽ ഇവിടെ വെള്ളിയാഴ്ച ഈ ദിവസം വൈരങ്കോട് ഉത്സവത്തിനോടനുബന്ധിച്ച് ആദവനാട്ടിൽ നിന്നാണ് അഴുവാഞ്ചേരി മലയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇവിടെ എല്ലാ റോഡുകളും നേരത്തെ ബ്ലോക്കായിരിക്കും. എല്ലാ റോഡുകളും പോലീസ് അറിയിപ്പുണ്ടായിരുന്നു. മുഴുവൻ റോഡുകൾ ഇത് ഈ ബ്ലോക്കായതിനോട് അനുബന്ധിച്ച് റോഡ് ഈ അല്ലാത്തൊരു റോഡാണ് കാണുന്നത്. അവിടെ സ്വാഭാവികമായും ഈ ധാരാളം കോറികൾ പഴയ കാലത്ത് കല്ല് വെട്ടിയും കല്ല് പൊട്ടിച്ചും ഉള്ള കോറികൾ ധാരാളമായി വേണ്ട രീതിയിൽ അത് തൂർത്ത് ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഇല്ലാത്ത, പ്രത്യേകിച്ച് അവിടെ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം കൂടിയല്ല. ഇപ്പോഴാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ തിങ്ങി താമസിക്കുന്നത്. രണ്ട് പ്രധാന ഫാക്ടറികളുണ്ട്. മാൽക്കോടെക്സ്, ഒന്ന് ഹാൻഡ് വീവ്. മാൽക്കോടെക്സിൽ ഏതാണ്ട് 300ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്നു. ആവിൻ വീവിൽ ഏതാണ്ട് 100-ൽ താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഇതിനോടനുബന്ധിച്ചാണ്. ഹലോ, കേൾക്കാവോ? കേൾക്കാം. അപ്പോ സ്വാഭാവികമായും പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇത്തരം ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലുള്ള ഈ കോറികൾ കെട്ടി സുരക്ഷിതമാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അനുവാദം സർക്കാരോ ബന്ധപ്പെട്ടവരോ നൽകുകയാണെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ കഴിയും. ആദവനാട് പഞ്ചായത്തിലും കുറ്റിപ്പുറം പഞ്ചായത്തിലും കൂടി അതിർത്തിയിൽപ്പെടുന്ന സ്ഥലമാണ്. ആദവനാട്ടാണ് ഇപ്പൊ ഈ സംഭവിച്ചിട്ടുള്ള. അതിനോട് ചേർന്ന് കുറ്റിപ്പുറത്തുണ്ട് ധാരാളം കോറികളുണ്ട്. അവിടെ കരിങ്കല്ല് പൊട്ടിച്ച കോറികളുണ്ട്, വെള്ളം നിൽക്കുന്നതുണ്ട്, വെള്ളം നിൽക്കാത്തതുണ്ട്. ആളുകൾ വേസ്റ്റ് കൊണ്ടിട്ട് ആർക്കും മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കോറികളൊക്കെ ഉണ്ട്. അപ്പൊ അടിയന്തരമായും ഇത്തരം കോറികളെ കുറിച്ച് ഒരു അടിയന്തര പരിശോധന നടത്തണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ആളുകളുടെ ഉപയോഗമില്ലാത്തതും എങ്കിലും മുൻകാലത്ത് ഉപയോഗിച്ചിരുന്നതുമായ ഇത്തരം കോറികൾ അടിയന്തരമായി പരിശോധന നടത്തി തൂർത്തു പോവേണ്ട കോറികളൊക്കെ തൂർത്തു പോവുകയും അത് സൈഡ് കെട്ടി സംരക്ഷിക്കേണ്ടവർക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാണ് പറയാൻ. പ്രത്യേകിച്ച് റോഡുകളൊക്കെ ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിലൂടെ ഉള്ള റോഡുകൾ ഒക്കെ ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളിലെ റോഡുകളിനോട് ചേർന്ന് ആളുകളൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു അടിയന്തര പരിശോധന നടത്തുക. അടിയന്തരമായൊരു പരിശോധന അനിവാര്യമാണ് എന്നതാണ് പൊതുപ്രവർത്തകനായ ശ്രീ ആദവനാട് മുഹമ്മദ് കുട്ടി ഇപ്പോൾ വിശദീകരിച്ചത്.